അതുപോലെ ഇന്ന് ഹോളിയാണ്. ഹാപ്പി ഹോളി. അപ്പൊ ഞാൻ ഇല്ല കളറൊക്കെ വരിക. ഫസ്റ്റ് ഓറഞ്ച്, സെക്കൻഡ് ആണ് ബ്ലൂ, തേർഡ് ആണ് യെല്ലോ, ഇത് ഗ്രീൻ, ഇത് പിങ്ക്. ഈ കളറിന്റെ പേര് എനിക്ക് അറിയത്തില്ല. Guys, ഇനി ഞങ്ങളിട്ട് പോയാൽ മടിയിട്ട് നമുക്ക് ഹോളി സെലിബ്രേഷൻ ചെയ്യാം. Let's go to പോയാൽ रंग रंगीली होली आई, सबके मन को होली भाई, खेले कूदे खुशी बनाए, ढोल बजाकर होली गाए, निकल पड़ी मित्रों की टोली, सबने मिलकर खेली होली। आओ लाल गुलाल लगाए, पिचकारी से रंग उड़ाए, पूरे और पकवान बनाए, जो गड़ाए सबको अपने गले लगाए, होली का संदेश। Thank you. ഓ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാ വരിക. ഇവിടെ കാണാം നിന്റെ ടീഷർട്ട് നല്ല ഭംഗിയുണ്ട്. ഹോളി ഹോളിയായി. എന്താ പക്ഷെ വേറെ ഒരു മിനിറ്റ് ഞാൻ ആക്കിട്ട പിങ്ക് കളർ വരുത്തേക്കുന്ന ഹനി ഹനി ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട്. എനിക്ക് സ്വന്തമായി തേച്ച് സന്തോഷിക്കുന്ന ഒരാളാദ്യമായിട്ട് കാണുന്നു. മതി ഹനി ബാസ്. എവിടെ പോയി? വാട്ടർ ബലൂണില് ഫില്ല് ചെയ്തിട്ട് അതും കൊണ്ട് കളിക്കാൻ പോവാം. അതുമല്ല ഇപ്പം വെള്ളം ശരിയായിട്ടാ, പക്ഷെ നമുക്ക് നേരത്തെ നിറച്ച് വെക്കുന്നതാണ് എനിക്ക് നേരത്തെ നിറച്ച് വയ്ക്കാം. അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ ഹോളി ആഘോഷം തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ വാട്ടർ ബലൂണൊക്കെ നിറച്ചെടുത്ത് പുറത്ത് പോയിട്ട് എല്ലാവരുടെയും കൂടെ ഹോളി സെലിബ്രേറ്റ് ചെയ്യാം. തലയിൽ വെള്ളക്കല്ല, തല മാറ്റ്. ആ പോലെ നിറഞ്ഞ് അതായത് നല്ലോണം അമുക്കി പിടിക്കുക. അപ്പോഴേ പൊട്ടി അങ്ങനെ കുലുക്കല്ല, അത് പൊട്ടിപ്പോവും. അതിനകത്ത് വീണ് എടുപ്പുണ്ടായിരുന്ന വലിയ പിച്ചിക്കാരിയൊക്കെ എടുത്ത് കാടി പെണ്ണെ. ആ ഫില്ലാക്ക് ഫില്ലായ നിന്റെ പിച്ചിക്കാരി ഫില്ലായ അവിടുന്ന് ആവുന്നില്ല, അതുകൊണ്ടല്ലേ അവിടുന്ന് ആവുന്നില്ല. എക്സ്പാൻഡ് എല്ലാവർക്കും അവസരം കൊടുക്കും. ഞാൻ ഒന്നും പറയില്ല. നല്ല മണം. ആ ഇതാ ഗുലാല. ആ ഗുലാൽ നല്ല മണല്ലേ. ആ അതെ, അതുകൊണ്ട് അത് വാങ്ങിച്ചത്. ഇവൻ പറഞ്ഞു മോശം കളർ വാങ്ങണ്ട പറഞ്ഞിട്ടേ. അതെന്തായാലും തുടക്കും. ഞാൻ ഇന്നലെ രാവിലെ ഒന്ന് തുടച്ചു, ഹോളി ആയോണ്ട്. ഞാനൊന്നും ഉണ്ടാക്കില്ല മോളെ, നിന്റെ അമ്മ ഉണ്ടാക്കണ്ട. ഏത് എണ്ണ? അത് വെള്ളത്തിൽ മിക്സ് ചെയ്യുന്ന കളറ്. ഓ ഒന്നും കൂടി ഉണ്ടായിനാ, എന്നാ അതും കൂടി ഫില്ല് ചെയ്തോ. അത് കുഴപ്പമില്ല മോളെ, അത് തുടക്കാം. അതെന്താ സാറില്ല. അവിടെ ലൈറ്റ് ഓഫ് ചെയ്തേട്ടെ.
ആ അടിച്ച് വെള്ളം അടിക്കുന്നില്ല. എടാ അങ്ങനെ മതി മതി പറഞ്ഞോടാ. അതെ ഹാപ്പി ഹോളി എമോ. ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് കുറച്ച് സമയം കളിച്ചിട്ടതേ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി എല്ലാവരുടെയും കൂടെ ഹോളി കളിക്കാൻ വേണ്ടി. അതെല്ലാം അങ്ങനെ തന്നെ. ഈ ആദ്യം പറഞ്ഞു വീട്ടിൽ വെള്ളാക്കല്ല അബിയോട്, കുഴപ്പമില്ല ഹോളിക്ക് തിന്നല്ലേ വൃത്തികേടാക്കേണ്ട ദിവസമല്ലേ. എല്ലാ എന്താ പറയാ ഹണി പറയുന്ന വീട് നശിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ ഹോളി. ഈ മുമ്പിനെ വേദി കൊടുത്താൽ അത് കുഴപ്പമില്ല. ഫോണ് വാട്ടർ പ്രൂഫാ. ഇതാരാണ് സൈഡിൽ നിന്നൊക്കെ വരുന്നത്? ഹാപ്പി ഹോളി ബെട്ട. ഹാപ്പി ഹോളി. അത് വെള്ളം നിറച്ച് അത്രയും വലിയ ടാങ്ക് എടുത്താ കുഞ്ഞെങ്ങനെയാണോ നടക്കണേ? പിള്ളേരെ എറിയുന്നത് ഞാൻ നിങ്ങളുടെ ഒരു സപ്പോർട്ടിന് നിങ്ങളുടെ കൂടെ വന്നിട്ട് ഹനി അങ്ങനെ നെയ് നെയ് പറഞ്ഞൂടാ. ചെവിയിലൊന്നും ആവില്ലപ്പാ. അതിനകത്ത് വെള്ളം നിറച്ചപ്പോഴത്തേക്കും പിച്ചുകാരിയില് വെള്ളം ഉണ്ടാ എന്നാ നിറക്ക്. ഓ ഇത് നല്ല കളർ, നല്ല ഡാർക്ക് കളർ അല്ലേ, നല്ല ബ്ലൂ. ഇന്നലെ പപ്പനെയും കൂട്ടി പോയി. ആ ഇതിനല്ല, ഇത് മിഞ്ഞാന്ന് അവിടുന്ന് വാങ്ങിച്ചു കൂടാണ്ട് ഇന്നലെ വൈകുന്നേരം കോംപ്ലക്സ് പോയിട്ട് വാങ്ങിച്ചു. ആ ഇന്നലെ അതെ അപ്പളെ കാണുള്ളൂ അല്ലേ. ഹോളി കളിച്ചൊരു ഫീലും ഉണ്ട്. മൂന്ന് ഡോറടിച്ചിട്ടുണ്ട്, തുറക്കില്ല. മലയാളികൾ ആരും വരില്ലല്ലോ പറഞ്ഞു. നമ്മൾ സാധ്യതയില്ല, നീ അടച്ചില്ല. ആ അതെ അത് ഫോഗ് 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 ഫോം അതാക്കണ്ട. അതാക്കണ്ട മോളെ. നീ എന്താ ബലൂൺ കൈ പിടിച്ചിരിക്കുന്നു? आप ये फोम मत लगाओ, बस पानी और रंग से खेलो, कोई प्रॉब्लम नहीं. എന്താ ഒരു ചെറുക്കൻ വരുന്നടാ? ഓ ഈ ചേച്ചിയുടെ അനിയനാണോ അത്? ചേട്ടൻ നിന്റെ അതിനകത്ത് വെള്ളം ഉണ്ടാ? ഇല്ലെങ്കിൽ ഫില്ല് ചെയ്തോ? ആ ഉണ്ടല്ലോ, ഉണ്ട്. നിനക്ക് വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഹോളി ആഘോഷം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഹോളികാദഹൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഹിരണ്യകശിപു സ്വന്തം മകനായ പ്രഹ്ലാദനെ വധിക്കാൻ വേണ്ടി സ്വന്തം സഹോദരിയായ ഹോളികയെ ഏൽപ്പിക്കുകയും ഹോളിക ആ അഗ്നിയിൽ ദഹിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അപ്പം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഹോളി ആഘോഷിക്കുന്നത്. അപ്പം ഇത് കൂടാണ്ട് ഹോളി ആഘോഷത്തിൻ്റെ പുറകിൽ വേറെ ഒരു കഥയുണ്ട്. അത് ശ്രീകൃഷ്ണനും രാധയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിനാണ് കുറച്ചും കൂടി ഈ ഹോളി സെലിബ്രേഷൻ റിച്വലുമായിട്ട് ബന്ധമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃഷ്ണനും രാധയും വൃന്ദാവനത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൃഷ്ണൻ ഒരു ദിവസം യശോദയുടെ അടുത്ത് പരാതി പറഞ്ഞു. ഇപ്പോൾ കൃഷ്ണൻ ശ്യാമവർണ്ണനാണല്ലോ. അപ്പോൾ കൃഷ്ണൻ പോയിട്ട് കൃഷ്ണൻ യശോദയോട് പറഞ്ഞു, ഞാൻ മാത്രം ഇങ്ങനെ കറുത്ത കളറിലിരിക്കുന്നു, രാധയും ബാക്കി എല്ലാവരും വെളുത്ത കളറിലിരിക്കുന്നു, അത് കാരണം എനിക്ക് ഇത്തിരി വിഷമമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ യശോദ പറഞ്ഞു, വിഷമിക്കേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, രാധയുടെ മേത്തും കുറച്ച് കളറൊക്കെ തേക്കാം, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒരുപോലെ ഇരിക്കും. ഹാപ്പി ഹോളി. നമസ്തേ. ഹാപ്പി ഹോളി. ഹലോ. അങ്ങനെ കൃഷ്ണൻ്റെ വിഷമം മാറ്റാൻ, കൃഷ്ണനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വൃന്ദാവനത്തിലെല്ലാവരും പരസ്പരം കളറൊക്കെ തേച്ച് കളിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ കൃഷ്ണനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി യശോദ ഉണ്ടാക്കിയ ഗെയിമാണ് ഹോളി. ഹോളികാ ദഹൻ്റെ
പിറ്റേ ദിവസമാണ് വൃന്ദാവനിൽ ഈ സെലിബ്രേഷനും നടന്നത്. അപ്പോൾ കൃഷ്ണനും രാധയും അങ്ങനെ അന്യോന്യം കളറൊക്കെ തേച്ച് കളിച്ചതിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ കളറും കൊണ്ട് കളിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും നന്നായി ഹോളി ആഘോഷിക്കുന്നത് വൃന്ദാവനിലാണ്. എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് വൃന്ദാവനിൽ ഹോളി ആഘോഷിക്കാൻ വരുന്നത്. ഇപ്പോൾ കൃഷ്ണനും രാധയും പരസ്പരം കളറ് തേച്ചും ആഘോഷിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ ചെന്നിട്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നു. അപ്പം നമ്മൾ നോർമലി ഹോളി ആഘോഷിക്കുന്നത് അങ്ങനെ അന്യോന്യം കളറൊക്കെ തേച്ച് മധുരപലഹാരങ്ങളൊക്കെ കൈമാറി അങ്ങനെയാണ് ഹോളി ആഘോഷിക്കുന്നത്. പിന്നെ ഓരോ സംസ്ഥാനത്തും ചില വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഹരിയാനയിലും രാജസ്ഥാനിലൊക്കെ ആണെങ്കിൽ ആളുകൾ കുറച്ചും കൂടി വളരെ വിഗറസ് ആയിട്ട് ഹോളി ആഘോഷിക്കും. പരസ്പരം ഷോളും കൊണ്ട് അടിച്ചും തലയിൽ വെള്ളമൊക്കെ കോരി ഒഴിച്ചൊക്കെ. ബാക്കിയുള്ളിടത്തൊക്കെ ഇതേപോലെ കുറച്ച് മിതമായ രീതിയിലാണ്. അപ്പം ഞങ്ങളുടെ എൻക്ലേവിൽ എല്ലാവരും ചേർന്നിട്ട് ആഘോഷിക്കാൻ വേണ്ടി ഇത് ഒരു സെപ്പറേറ്റ് വാട്ടർ ടാങ്കൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലും വെള്ളത്തിൽ കളിക്കാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വാട്ടർ ടാങ്കൊക്കെ വെച്ച് DJ ഒക്കെ വെച്ച് കുട്ടികളും എല്ലാവരും കൂടി ഇവിടുത്തെ പാർക്കിൽ ഒത്തുകൂടി അവിടെ നിന്ന് കളിക്കുകയാണേ. ഇനിയിപ്പോൾ നമ്മൾ ഇനിയും തൊട്ടടുത്തുള്ള എൻക്ലേവിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ കുറച്ച് സമയം ഇവിടുന്ന് കളിച്ചല്ലോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ഏകദേശം 9 മണിയായപ്പോഴാണ് തുടങ്ങിയത് ഇത് കളിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാം അവരെയൊക്കെ കാണാൻ. ഹനീൻ്റെ ഭാഷ പറഞ്ഞാൽ UP ഹരിയാനയിലൊക്കെ കുറച്ചും കൂടി രാജസ്ഥാൻ UPയിൽ അത്രയില്ല, രാജസ്ഥാൻ ഹരിയാനയിലൊക്കെ കുറച്ച് ഖതർനാക്കായിട്ടാണ് ഹോളി കളിക്കുന്നത്. അതായത് സ്ത്രീകൾ ഷോളിൽ വെള്ളം മുക്കി അത് ചുറ്റി ആണുങ്ങളെ അടിക്കും, അവർ തിരിച്ച് തലയിൽ വെള്ളം ഒഴിക്കും. അങ്ങനെ കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ള ഹോളി സെലിബ്രേഷനാണ് ഹരിയാനയിലും രാജസ്ഥാനിലൊക്കെ നടക്കുന്നത്. പക്ഷെ നമ്മൾ പിന്നെ കേരളത്തിൽ നോർമലി ആഘോഷിക്കാറില്ലല്ലോ. ഇപ്പോൾ ആണ് കുറച്ചെങ്കിലും ആൾക്കാർ ഹോളി ആഘോഷിക്കുന്നത്. ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ കുറച്ച് മൈൽഡായിട്ടാണ്, ഇതേപോലെ ജസ്റ്റ് കളറും വെള്ളവും കൊണ്ട് മാത്രമാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ കൂടെ ബാക്കി എൻക്ലേവ്സിലൊക്കെ പോയിട്ട് വരാം. ആ ചേച്ചി രാവിലെ മുതൽ ഈ പിള്ളേർ വെള്ളത്തിലാണ് കളിക്കണതേ. നിന്റെ കോലം നോക്ക്, അതിന്റെ കണ്ട് മനസ്സിലാവുന്നേ ഇല്ല. ഹാപ്പി ഹോളി ബാബി, ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി. തലയിലാക്കല്ലേ എന്താണ് എന്താണ് ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി നോക്ക് നീ. ഹാപ്പി ബർത്ത്ഡേ ടു യു. എൻക്ലേവിലേക്ക് പോവാം. വരൂ കുട്ടികളെ, വരൂ. വാ നടന്നോ. ഇങ്ങോട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ ഹരിയാന രാജസ്ഥാനിലുള്ളവർ ഇതേപോലെ ഇങ്ങനെ അതേ കണ്ട ഷോളും കൊണ്ട് അടിക്കാൻ ഓടുക ചെയ്യുക. അപ്പോൾ അത് അവർക്കൊരു രസമാണ്. നമ്മൾ അടിക്കാൻ വരും, അവർ രക്ഷപ്പെടാൻ നോക്കും അങ്ങനെ. പക്ഷെ നല്ല ശക്തിയിലോട്ടും അടിക്കണേ, നല്ല വേദന നനഞ്ഞ തുണിയും കൊണ്ട് അടിക്കുമ്പോൾ. ഹാപ്പി ഹോളി. ഹായ് ആരു, ഹനി വരുന്നുണ്ട്. ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി. അയ്യോ ഞാൻ ഇത്രയും സ്ഥലത്ത് പോയിട്ട് ഒരു സ്വീറ്റ് തരണം. താങ്ക് യു. വേറെ ഏതാണ്ടാ ചേച്ചി? ഇത് ഗുജിയല്ലേ? ഇത് വേണ്ടേ? ഇത് വലിയ മധുരമില്ല. ഹലോ, എന്റെ കളർ എവിടെ? പോയി. കാണിക്ക. രണ്ടാളും മഴയാക്കി. ഒരു മിനിറ്റ് നോക്കട്ടെ. മഴയാക്ക്. വരൂ.
ബാ ബാ ബാ. അത് അവര് ബലൂണായിരുന്നു. റുപ്പിക്ക റുപ്പിക്ക ഹാപ്പി ഹോളി. നമസ്തേ ഹാപ്പി ഹോളി. എടി ആമിപ്പെണ്ണേ ഇല്ല എന്നെ വിളിച്ചോളുന്നേ. അത് അവിടെ ഉള്ളത് വാമ്പയറിലുള്ള പാർക്ക്. ഞങ്ങൾ അങ്ങനെ നടന്ന് അടുത്ത എൻക്ലേവിലെത്തി. അപ്പോൾ അവിടെ ചേച്ചി ഞങ്ങളെ വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയി ഞങ്ങൾക്ക് സ്വീറ്റ്സ് ഒക്കെ തന്നു. ഇപ്പോൾ ഈ കാണുന്ന സ്വീറ്റില്ല, അത് ഗുജിയ എന്നാ പേര്. അപ്പോൾ ഈ ഹോളിക്ക് ഇവർക്ക് നോർത്ത് ഇന്ത്യൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഡിഷസ് എന്ന് പറയുന്നത് സ്വീറ്റായിട്ട് വരുന്നത് ഈ ഗുജിയയും പിന്നെ ദഹിബല്ല, അതായത് നമ്മുടെ ദഹിവടയില്ലേ അതും. അത് രണ്ടുമാണ് ഇവർ കൂടുതലായിട്ട് ഉണ്ടാക്കി വീട്ടിൽ വരുന്ന ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ കൊടുക്കുന്നത്. ഇപ്പോൾ ചേച്ചി ഞങ്ങൾക്ക് ചിപ്സും ഫ്രൈംസൊക്കെ തന്നു, സ്വീറ്റ്സ് തന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. കുറേ സമയമില്ല നടക്കുന്നത്. ഇങ്ങനെ നടന്ന് ക്ഷീണിച്ച് ചേച്ചി ഞങ്ങൾക്ക് കുടിക്കാൻ ഡ്രിങ്ക്സും പിള്ളേർക്ക് ഇതേ പക്കോടയും സ്വീറ്റ്സും ഒക്കെ തന്നു. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. അതെ, കൃഷ്ണ വന്നില്ലേ? വെള്ളം വെള്ളം. ഇവിടെ ഉണ്ടോ? നിന്റെ അമ്മ എവിടെ? അടികൂടരുത്. നീ ഏതാ കുഞ്ഞോ? അവളെ പറഞ്ഞു കേട്ടോ. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. ഹലോ, ഇതെപ്പോഴാ വന്നത്? അതെയോ? നിങ്ങൾ വരുന്നില്ലേ? ബൈ ബൈ ക്രിസ്റ്റി. ശരി ടോണി, ബൈ ബൈ. ദേവു ശരിട്ടാ, ബൈ ബൈ. ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി. ബാ പിള്ളേരെ. കണ്ടിട്ടേ മനസ്സിലാവുന്നില്ലല്ലോ രണ്ടാളെയും. വീട്ടിലെല്ലാം പോയി തിരിച്ചു വന്നോ? അല്ല, അവിടെ പോയതേനു. എനിക്ക് പിന്നെ മനസ്സിലായി, ഞാൻ ഇവിടെ എന്റെ പിച്ചുകാരി വെച്ചു. ഞങ്ങളങ്ങനെ എല്ലാ എൻക്ലേവിലും പോയി ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ഹോളി ആഘോഷിച്ച് തിരിച്ച് ഞങ്ങളുടെ ക്വാർട്ടറിൽ പോവാണ്. കൂടെയുള്ളവരുടെയൊക്കെ അവരവരുടെ ക്വാർട്ടറിൽ പോയി. ഇപ്പോൾ വരുന്ന വഴിക്ക് പിള്ളേർക്ക് ദാഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അങ്ങനെ തിരിച്ചിവിടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവർ ഷോളും വെച്ച് ഇങ്ങനെ നനഞ്ഞ ഷോളും വെച്ച് അത് ചുരുട്ടി അടിക്കും എന്ന്. അങ്ങനെ അത് ഇവർ അടിക്കാൻ ആൾക്കാരെ അന്വേഷിച്ച് പോവാണേ. അപ്പോഴത്തേക്കും ഞങ്ങളുടെ താഴെയുള്ള അവർ ഞങ്ങളെ സ്വീറ്റ്സൊക്കെ കഴിക്കാൻ വേണ്ടി വിളിച്ച് ചായയും കുറേ ടൈപ്പ് സ്വീറ്റ്സൊക്കെ തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഗുജിയ ഇവർക്കൊരു പ്രധാനപ്പെട്ട സാധനമാണ് ഹോളി സെലിബ്രേഷനിൽ. പിന്നെ പക്കോട അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മോഞ്ചത്തിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വീട്ടിലേക്ക് വന്നിട്ട് മോന്ത് പുറത്തിറങ്ങാത്ത കാരണം ഷാഫി ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി. അവർ വന്ന് പോയപ്പോഴത്തേക്കും ഞങ്ങളുടെ നൈബറത് ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ഡോറിലുള്ളവർ ഞങ്ങളെ സ്വീറ്റ്സ് കഴിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ ഈ സ്വീറ്റ്സൊക്കെ അവിടുത്തെ അവർ ഉണ്ടാക്കിയതാണേ. കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. ഗുജിയ, പിന്നെ കാലാ ജാമുൻ, നോർമൽ ഗുലാബ് ജാമുൻ, 2-3 എണ്ണത്തിനൊന്നും പേരെന്നെ എനിക്ക് മനസ്സിലായില്ല. കഴിഞ്ഞപ്പോഴത്തേക്കും ദഹി ബല്ല അല്ലെങ്കിൽ ദഹി വടയും തന്നു. അങ്ങനെ ഞങ്ങൾ അതും കഴിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ വേറൊരു നൈബർ ഇത്രയും സ്വീറ്റ്സ് അവരും കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം സാഹോദര്യത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയൊക്കെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും എല്ലാവരും ചെയ്യുന്നതാണല്ലോ. അങ്ങനെ ഞങ്ങളുടെ ആഘോഷമൊക്കെ ഏതാണ്ട് ഞങ്ങൾ സമാപിച്ചു. പക്ഷേ ഹനിതേ കളർ കൊണ്ടുള്ള ആഘോഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണിൽ കളിക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ സമയം ഏകദേശം 2 മണിയൊക്കെ കഴിഞ്ഞു. 9 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പോഴും ഹനിക്ക് വീട്ടിൽ കയറാനുള്ള ഉദ്ദേശമൊന്നുമില്ല. ഹനി അവിടുത്തെ പിള്ളേരെ കൂടെ മണ്ണിൽ കളിക്കണം. മണ്ണിൽ കളിക്കാമെന്ന് ചോദിക്കുമ്പോൾ ഹോളിയല്ലേ ഇത്രയും കൂടി കളിച്ചോട്ടെ എന്നാണ് പറയുന്നത്. പിന്നെ കളിച്ചോട്ടെ എന്ന് വെച്ചു, വല്ലപ്പോഴും അല്ലേ.
ഹോളി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ സമ്മറിൻ്റെ തുടക്കമാണ്. ഇപ്പോൾ വിൻ്റർ കഴിഞ്ഞിട്ട് ജസ്റ്റ് സമ്മറിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ആഘോഷത്തിൻ്റെ ഒരു സയൻറ്റിഫിക് വശം എന്താ വെച്ചാൽ നമ്മൾ വിൻ്ററിൽ അത്രയും നന്നായിട്ട് കുളിക്കുകയൊന്നുമില്ല. ആൾക്കാർ വീടൊക്കെ കഴുകുന്നതും തുടക്കുന്നതും ഒക്കെ കുറവായിരിക്കും. അത്രയും പീക്ക് വിൻ്റർ ആണല്ലോ. അപ്പോൾ ഹോളി ആഘോഷിച്ച് കഴിഞ്ഞ് നമ്മളെ സ്വന്തമായിട്ടൊന്ന് ശുദ്ധീകരിക്കും, നമ്മുടെ വീടും പരിസരവും ഒക്കെ ഒന്ന് ശുദ്ധീകരിക്കും. അങ്ങനെ ഒരു സയൻറ്റിഫിക് വശവും കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ നെഗറ്റിവിറ്റികളെയും ദൂരെ കളഞ്ഞ് പോസിറ്റിവിറ്റിനെ മാത്രം ഉൾക്കൊണ്ട് ഒരു പുതിയ തുടക്കമാവട്ടെ ഈ ഹോളി എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങൾ ആഘോഷമൊക്കെ മതിയാക്കി വീട്ടിൽ വന്ന് കുളിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ ടെറസിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവരത് നനഞ്ഞ ഷോളും കൊണ്ട് അടിക്കും. അപ്പോൾ തിരിച്ച് അവരെ മീനിൽ വെള്ളം ഒഴിക്കാൻ ട്രൈ ചെയ്യും. അപ്പോൾ അതിനകത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, എങ്ങനെ അടിക്കാം, അത് ഗെയിമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഇതിൻ്റെ പേരിൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമോ വിഷമമൊന്നും ഉണ്ടാവില്ല. ഇത് ജസ്റ്റ് ഇന്നത്തെ ഒരു ദിവസത്തെ എൻ്റർടൈൻമെൻറ്റിൻ്റെ പാട്ടായിട്ട് മാത്രം കണ്ടാൽ മതി. പക്ഷേ നമുക്കിത് ശീലമില്ലാത്ത കാരണം നമുക്ക് കാണുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. എന്നുവെച്ചാൽ നല്ല വേദന ഉണ്ടെന്ന് ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അടി കൊള്ളുമ്പോൾ നല്ല വേദനയാണ്. അവരുടെ കാലൊക്കെ ഇങ്ങനെ കരിനീലിച്ച് വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അത് ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് ആ 2 ചേച്ചിമാർ ആക്ച്വലി ഹരിയാന രാജസ്ഥാൻ ബോർഡറിലുള്ളവരാണ്. ഞാൻ പറഞ്ഞില്ല, അവരാണ് കൂടുതലായിട്ട് ഇത് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി ഞങ്ങളുടെ ഹോളി വീഡിയോ ഈ വർഷത്തെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. Oh.